ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഉമ്മ കിട്ടിട്ടോ. ഇന്ന് ഞാനേ മോഹൻലാലിന്റെ സിനിമ കാണാൻ പോവാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? എന്നെ കൊണ്ടുപോകാം. നീ എന്തിനാ ചെയ്ത് നിന്നെ കൊണ്ടുവന്നിട്ട് ചോദിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഇട്ടാട്ടോ. അപ്പോൾ അവിടെ മോനും മോളൊക്കെ വിളിച്ചു പറഞ്ഞു അത് പോയി കണ്ടുകൊള്ളുന്നു. അവർക്ക് സന്തോഷമാണ് ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോവുകയെന്ന് പറഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ അമ്മ ഇങ്ങനെ പുറത്ത് പോവുക, അമ്മ എവിടെയെങ്കിലുമൊക്കെ സിനിമ കാണാനോ പുറത്തൊക്കെ ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മ പുറത്ത് എല്ലാവരും പറയുമല്ലോ അമ്മയൊക്കെ പുറത്ത് പോകുന്നത് മക്കൾക്ക് ഇഷ്ടം അങ്ങനെ പറയുന്ന ചിലരുണ്ട്. പക്ഷെ എൻ്റെ മക്കളില്ലേ അവിടുന്ന് വിളിച്ചു പറയാണ് അമ്മ എമ്പുരാൻ കാണാൻ പോകട്ടോ പോണമെന്ന് ഇങ്ങോട്ട് പറയുകയാണ്. അങ്ങനെയാണ് മോനും മരുമോളും. ഇവൻ പിന്നെ എന്നും എന്നെ കൊണ്ടുപോകാൻ റെഡിയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോകും. എന്താ പറഞ്ഞാൽ അതിൻ്റെ സിനിമയ്ക്ക് എന്തൊക്കെ വിമർശനങ്ങൾ അങ്ങനെയൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കില്ല. എന്താ പറയുക, എനിക്ക് മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെ അവർ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ആദ്യം മുട്ടേ അവരോടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ നമുക്ക്, ആരാധന. അതുകൊണ്ട് അവരുടെ പടം എന്ന് പറഞ്ഞാൽ അത് കാണണം എന്നുള്ളൊരാണ്. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വട്ടം കണ്ടിരിക്കും. മിക്കവാറുള്ള മലയാളികൾ മുഴുവൻ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, ഈ സിനിമേനെ എന്തിനാ സിനിമയായിട്ട് കാണുക അല്ലേ? അത് സിനിമയായിട്ട് കണ്ടാൽ മതി. നമ്മളെല്ലാത്തിനും ഇപ്പോൾ അവർ ഒരു എന്താ പറയുക ഇന്നത്തെ പഠിക്കാനുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിനിമ എടുക്കാൻ പറ്റില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അനിയത്തിയോടുള്ള സെൻറ്റിമെൻറ്റ്, അമ്മ അച്ഛനോടുള്ള സെൻറ്റിമെൻറ്റ്, ഭാര്യ, പ്രണയിനി അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ധാരാളം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതുപോലുള്ള സിനിമകൾ എടുത്ത ഒറ്റ മനുഷ്യനും കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മളെപ്പോലെയുള്ള ചിലർ നമ്മുടെ എന്താ പറയുക നമ്മുടെ കാലഘട്ടത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അത് നമ്മൾ മാത്രം കണ്ടാൽ മതിയോ? ഇന്നത്തെ തലമുറ അതൊരിക്കലും കാണില്ല. അപ്പോൾ സിനിമകൾ അങ്ങനെ എടുക്കുമ്പോൾ അവർക്കും തോന്നും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റങ്ങൾ വേണമെന്ന് തോന്നിയിട്ടായിരിക്കാം. അതിന് നമ്മൾ ഒരുപാട് വിമർശിക്കാനൊന്നും നമുക്ക് അതിനുള്ള എന്താ പറയുക, കാരണം ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമല്ല, അവരുടെ ജീവിതമാണ്. ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് വിമർശിക്കാൻ പോകരുത്. അതും ഒരു ബിസിനസ് തന്നെയാണ് അല്ലേ സിനിമ. ഉറപ്പായിട്ടും അതിൻ്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ ശ്രമമുണ്ട്. അവർക്കൊക്കെ അതൊരടിയല്ലേ. ഇതിൻ്റെ ഒപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അമ്മ മോഹൻലാൽ ഫാനാണോ മമ്മൂട്ടി ഫാനാണോ? എനിക്കറിയാം രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടം മമ്മൂക്കയാണ്. ആണല്ലേ? അതെനിക്കറിയാം. എന്നാലും എല്ലാവർക്കും മോഹൻലാൽ ഇഷ്ടമില്ല ആണ്. ഈ രണ്ടുപേരും ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. അത് രണ്ടും നമ്മുടെ മലയാളിയുടെ ഒരു സ്വന്തം അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, അതാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് മമ്മൂട്ടിയുടെ കാണാൻ ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ചിലർക്ക് ചില നടന്മാരോട് ഇത്തിരി കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ലേ? അതുണ്ടാവും. ഇപ്പോൾ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ടുപേർക്കും ഇഷ്ടമാണ്. പക്ഷെ ചിലർക്ക് അമ്മയോട് കൂടുതൽ ഇഷ്ടം, ചിലർക്ക് അച്ഛനോട്. ചിലരാരാന്ന് എനിക്ക് മനസ്സിലായില്ല. ആരെങ്കിലും ആവട്ടെ, മക്കള് ഞാനും ഉണ്ട്. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ തുല്യ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും കുറച്ച് കൂടുതൽ എനിക്ക് അച്ഛനോടാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ചാൽ പൊതുവെ ജനങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ പൊതുവെ എന്ത് ചെയ്യുക അറിയോ, നമ്മളൊക്കെ ഒരു എന്തൊക്കെ പറഞ്ഞാലും കുറേ ബന്ധുക്കളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ചിലർ കുറേ ബന്ധുക്കളുടെ കുറ്റം പറഞ്ഞ് വളർത്തും മക്കളെ. അങ്ങനെ വളർത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ചെറുപ്പം മുതൽ ചില ബന്ധുക്കളുടെ മുകളിൽ കുറേ വിഷം കുത്തി വയ്ക്കും മക്കളെ. ഈ മക്കൾ വലുതാവുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു കാലത്ത് ഈ അച്ഛനെയും അമ്മേനെ വെറുക്കും. അതിനെന്താ കാരണം എന്നറിയാം, അമ്മയ്ക്ക് നമ്മളവരെ പഠിപ്പിച്ചത് വെറുക്കാനാണ്, സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഇതിനെന്താണ് നമുക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. എന്നുവെച്ചാൽ ഒരു ബന്ധുക്കളും വേണ്ട, ആരും വേണ്ട, നമ്മളിങ്ങനെ അങ്ങോട്ട് പോയാൽ മതി, ആരോടും ശല്യത്തിനും ഇല്ല, ഒരുപാട് സ്നേഹത്തിനും ഇല്ല എന്ന് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അനുഭവം കൊണ്ട് നമുക്കറിയാം. അവരെ നമുക്ക് എന്താ പറയാൻ പറ്റുക, കുറ്റപ്പെടുത്താൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികൾ അങ്ങനെയായി മാറിയത്? അമ്മയ്ക്കറിയാവുന്ന വ്യക്തികളുണ്ട്, അത് ഉദ്ദേശിച്ചാണ് ഞാൻ ചോദിച്ചത്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നിങ്ങൾ 2 മക്കളുണ്ട്. നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും വെറുക്കുന്നോ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ പറ്റാത്ത ചിലരാണെങ്കിലും കൂടി അവരോട് മിണ്ടരുതെന്നോ അവരുടെ കുറ്റങ്ങളോ ഞാൻ നിങ്ങൾ 2 മക്കളോടും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതുപോലെ എനിക്കിപ്പോൾ മരുമകൾ വന്നിട്ട് 10-12 വർഷമായില്ലേ, അവളോട് ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അവൾക്കറിയാം. ഒരിക്കലും പറയില്ല. കാരണം എന്താ പറയുക, എനിക്ക് 12 വർഷമായില്ലേ, 11 വർഷം 12 ആവണോ, അതാണ്. അപ്പോൾ
നമ്മള് എനിക്കിഷ്ടല്ലയോ ഞാൻ അവരോട് മിണ്ടിയില്ല എന്നൊക്കെ വരാം. എന്താ പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയ അനുഭവം തിരിച്ചടി കാരണമായിരുന്നു. പക്ഷെ എൻ്റെ മക്കളോട് ഞാൻ ഒരിക്കലും പറയില്ല. അവരവരോട് മിണ്ടിയ സൗഹൃദം കൂടിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ മക്കളെ വെറുക്കാൻ പഠിപ്പിക്കരുത് ഒരിക്കലും. ആ വെറുപ്പ് അവസാനം നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. അത് വലിയ വല്ലാത്ത തെറ്റ്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഈ ബന്ധങ്ങളൊന്നും വേണ്ടാന്ന് വന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിനൊരു മറുപടി. അത് രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്നെന്താ അറിയോ, ചിലർ ഞങ്ങൾ തന്നെ മതി, ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലാം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, എല്ലാം ഉണ്ട്, ഞങ്ങൾ തന്നെ മതി എന്ന് ജീവിക്കുന്ന ചിലരുണ്ട്. സെൽഫിഷ് കാണിക്കുന്ന ആൾക്കാർ. അതല്ല. പക്ഷെ ചിലരുണ്ട്, അയ്യോ ആരും വേണ്ടാന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ അവർ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. പക്ഷെ അവരങ്ങനെ ആയിപ്പോയതാണ്. കാരണം അവർക്ക് കിട്ടിയ തിരിച്ചടികളും വേദനകളും അവരങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതാണ്. ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് ബന്ധുക്കൾക്ക് വേണ്ടി ചിലപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു വെച്ച് അവസാനം നല്ലതിനും പൊട്ടയ്ക്കും ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അങ്ങനെ രണ്ട് തരക്കാരുണ്ട്. അതിനെ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നമുക്ക് നമ്മൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജീവിക്കരുത്. അതൊരിക്കലും ശരിയല്ല. പക്ഷെ മറ്റത് എത്ര വിട്ടുവീഴ്ചകൾ ചെയ്തും മറ്റ് പലർക്കും വേണ്ടി ജീവിച്ചും അവരിൽ നിന്നൊക്കെ തിരിച്ചടികൾ കിട്ടിയും വേദനകൾ അനുഭവിച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുന്നില്ലേ, അവരെ ഞാൻ കുറ്റം പറയില്ല. അവരൊരിക്കലും നമ്മളും കുറ്റം പറയരുത്. നമ്മൾ ചിലപ്പോൾ തോന്നും, അതെന്താ അവരിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, അവർക്ക് എന്താണ് ആരോട് ഒരു. അപ്പോൾ ഒരു പച്ചക്കറി വണ്ടി വന്നു, അത് മൈക്ക് വെച്ചപ്പോൾ പച്ചക്കറി വണ്ടി ആയതുകൊണ്ട് ഒരുപാട് സൗണ്ട് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ വന്നിട്ട് കട്ട് ചെയ്താണ്. കണ്ടിന്യൂ. അപ്പം എന്താ അറിയോ, ഞാൻ തന്നെ ചിലരെ വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയോ, എന്താ അവരിങ്ങനെ അവരാരോടൊന്നും മിണ്ടില്ലല്ലോ, അധികം ആരോടും മിണ്ടാത്തൊരു പ്രകൃതക്കാരാണെന്ന് തോന്നുന്നു, എങ്ങനെ അവർക്കിങ്ങനെ ജീവിക്കാൻ പറ്റുക സ്വയം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചിലരെ കണ്ടിട്ട്. പിന്നീട് അവർ ചില സമയങ്ങളിൽ നമ്മളെ കണ്ട് അവർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ അവർ സംസാരിച്ചപ്പോഴാണ് അവരുടെ ജീവിതകഥ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരുപാട് പേർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തും ബുദ്ധിമുട്ടിയും കുടുംബക്കാരെ നോക്കി അങ്ങനെയൊക്കെ ജീവിച്ചവരാണ്. പക്ഷെ അവർക്ക് കിട്ടിയ തിരിച്ചറിയും വേദനയും നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയും. അത്രയും അനുഭവിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്തു, ആരും വേണ്ട എന്നുള്ള ഒരു ഇതിൽ എത്തിച്ചേർന്നു. അതാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ആരെങ്ങനെയോ ആയിക്കോട്ടെ അവരെക്കുറിച്ച് വിമർശിക്കാൻ നമ്മൾ ആരാണ്? നമുക്കൊരാളിനെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങോട്ട് വിട്ടുകളയുക. അവർ നമുക്ക് വേണ്ടാന്ന് വിട്ടുകളയല്ലാതെ ഒരാളുടെ കുറ്റം പറയാനുള്ള അധികാരം ആർക്കും എപ്പോഴും എവിടെയും ഇല്ല. അതാണ് സത്യം. ഒരാളുടെയും കുറ്റം പറയാനുള്ള അധികാരം നമുക്കില്ല. കാരണം എന്താ അറിയാമോ, ഇപ്പം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി മറ്റൊരാൾക്ക് നല്ലൊരു വ്യക്തി ആയിക്കൂടാന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം ഒരാളിനെ കുറ്റം പറയാൻ പാടുമോ? അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ മക്കളെ ആയാലും നമ്മുടെ കുടുംബത്തെ ആയാലും നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വെറുക്കാൻ പഠിപ്പിച്ചു കൊടുക്കരുത്. വെറുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ മക്കൾ ജീവിതകാലം മുഴുവനും ഈ വെറുപ്പിൽ തന്നെ ചിന്തിച്ച് ജീവിക്കും. ഒരു കാലത്ത് അവർ ആ പഠിപ്പിച്ചവർക്ക് തന്നെ തിരിച്ചടി കൊടുക്കും. എന്നിട്ട് അവർ ചോദ്യം ചോദിക്കും, എന്താ അറിയോ, നിങ്ങൾ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ സഹോദരിമാരും സഹോദരന്മാരും അച്ഛനമ്മമാരും ഒക്കെ കുറ്റം പറഞ്ഞാണല്ലോ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് നിങ്ങൾ തന്നു തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. അപ്പോൾ ഒരിക്കലും മക്കളെ വെറുപ്പിക്കാനല്ല, സ്നേഹിക്കാൻ പഠിപ്പിക്കുക, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ എന്തെന്നെ സാഹചര്യങ്ങൾ വന്നാലും നമുക്ക് എത്ര തന്നെ വേദനകളുണ്ടെങ്കിലും അനുഭവങ്ങൾ നമുക്ക് പങ്കുവെച്ച് കൊടുക്കാം. ഒരാളിനെ വെറുക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തികൾ അവരെല്ലാവരും സെൽഫിഷുകളാണെന്ന് വിചാരിക്കരുത്. ചിലരൊക്കെ ജീവിതം മടുത്തവരായിരിക്കും, ഒരുപാട് സ്നേഹിച്ചവരായിരിക്കും, സ്നേഹിച്ച് ഒറ്റപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ഒരാളുടെ മുഴുവൻ കഥ അറിയാതെ ആരും വിമർശിക്കരുത്, നമ്മൾ വിരൽ കൊണ്ടരുത്, അല്ലേ? നമ്മൾ ഈ ലോകത്ത് വന്ന് വീടുമ്പോൾ കാണുന്നത് അമ്മയെയും അച്ഛനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ബന്ധുക്കളെന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവരാണ് യഥാർത്ഥമായിട്ട് പരസ്പരം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് പുറമേ നിന്നൊരു കൂട്ടുകാരൻ വരുന്നവരെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി കിട്ടുന്നവരെ നമുക്ക് ഈ സ്നേഹം കിട്ടുന്നില്ല. ആരും ഒന്ന് തിരിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ആദ്യം കണ്ടവർ അവർക്കൊരു വല്ലാത്തൊരു മനസ്സ്, വല്ലാത്തൊരു ഫീല് നമ്മളോട് ഉണ്ടാവണം. കാരണം അതാണ് ബന്ധുക്കൾ പറഞ്ഞ ബന്ധനങ്ങളാണ്, അല്ലേ? അത് സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു ബന്ധനങ്ങളാണ്. അതെന്നും ബന്ധനങ്ങളായി ബാന്ധവ്യങ്ങളായി എന്നെന്നും സ്നേഹത്തോടെ ഓർക്കുന്നൊരു തൂവൽ പോലെ ഉണ്ടാവണം, അല്ലേ? ഒരു തൂവലിൽ എഴുതി വെച്ച് അവനവൻ തന്നെ ഒപ്പിട്ട് വെക്കണ നല്ലൊരു കവിത പോലെ ഉണ്ടാവണം. അതായിരിക്കണം എല്ലാ ബന്ധുക്കളും. സത്യം. അതുപോലെ മനസ്സിൽ എന്നും നമ്മൾ ഒരാളോട് വൈരാഗ്യം സൂക്ഷിക്കരുത്. സത്യം പറഞ്ഞാൽ നന്നല്ല, അതൊരു വിഷമാണ്. അത് അവസാനം നമ്മുടെ ശരീരത്തിന് മുഴുവൻ വ്യാപിക്കും. അതൊരു ക്യാൻസർ ബാധിച്ച പോലെയാണ്. ഉള്ളിൽ നിന്ന് അതൊരിക്കലും പാടില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു തീർക്കണം. അതെ, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ടോ, എന്താ നീ മിണ്ടാത്തത്, നീ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മിണ്ടാത്തത്.
കഴിഞ്ഞു. അവിടെ അവസാനിച്ചു. അവിടെ അവിടെ ക്ലിയർ ആയി. പരിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുമ്പോൾ ഇന്ന കാരണം കൊണ്ടായിരുന്നോ അവിടെ അവസാനിച്ചു. അതിൻ്റെ പകരം ഇപ്പം അമ്മ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കണം. അമ്മ പെട്ടെന്നൊരു സുപ്രഭാതത്ത് എന്നും കണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് പെട്ടെന്ന് സംസാരം നിർത്തുക, അതിൻ്റെ കാരണം അവരോട് പറയാണ്ടിരിക്കുക എന്ന് പറയുന്നത് അമ്മ ചെയ്യുന്ന അവരോട് ചെയ്യുന്ന ഒരു മനുഷ്യ ജന്മത്തിൽ പറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെയല്ല. മോശമാണെങ്കിൽ 2 വാക്ക് വിളിച്ച് പറയുക, നിങ്ങളിങ്ങനെ ചെയ്തത് മോശമായി, ഇനി ഈ ജന്മത്തിൽ നിങ്ങളോട് കൂട്ടില്ല എന്ന് പറയുക. അതൊരു നല്ല കാര്യമാണ്. വേണമെങ്കിൽ വിട്ടുകളയുക. പക്ഷെ വിട്ടുകളയാനുള്ള കാരണം പറഞ്ഞിട്ട് വേണം ഓരോ വ്യക്തികളെയും വിട്ടുകളയാൻ. അല്ലാതെ എന്തുകൊണ്ടായിരിക്കും മിണ്ടാണ്ടായത് എന്നുള്ള ചിന്തയിലിരിക്കരുത്. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളോട് മരണം വരെ അടുക്കരുത്. അവർ മനുഷ്യരല്ല. ചിരിച്ച് സംസാരിച്ച അല്ല, വഴക്ക് കൂടി പോയവർ നമുക്കറിയാം അത് വൈരാഗ്യം കൊണ്ടാണെന്ന്. ചിരിച്ച് സംസാരിച്ചിട്ട് ഒരു സുപ്രഭാതത്ത് എല്ലാം നിർത്തിപ്പോണുണ്ടെങ്കിൽ അവരാർക്കും ഉപകാരപ്പെടില്ല. അതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് അടുക്കളയിലൊന്നും ഈ അമ്മക്കുട്ടി കയറുന്നില്ല. അപ്പോൾ എല്ലാം അന്ന് പുറമേ നിന്നാണ് അല്ലേ, എപ്പോഴെങ്ങനെ പാവ അമ്മ ഇങ്ങനെയൊക്കെ ഇറങ്ങുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര നിർബന്ധിച്ചാലും അമ്മ വരാറില്ല. ഇതിപ്പോൾ കൂട്ടത്തോടു കൂടിയുള്ള ആക്രമണമാണ്. ദുബായിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ആയതുകൊണ്ടാണ് അമ്മ പുറപ്പെടുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് അമ്മനെ ചീത്ത പറയുന്നില്ല, പേടി കൊണ്ടാണ്. അല്ലെങ്കിൽ അമ്മ പറയും ടി വിയിൽ വരും മകനെ അപ്പം കാണാൻ പറയൂ അല്ലേ. അതെ, എൻ്റെ മക്കളില്ലേ, അവർക്ക് ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ഓരോന്ന് ആസ്വദിക്കണം എന്നൊക്കെ അവർക്കാണ് എന്നെക്കാളും കൂടുതൽ ആഗ്രഹം. അമ്മ ആ സിനിമ വിളിച്ചു പറയുന്ന ആ ഒരു എന്താ പറയുക, ഒരു എനർജി കാണണം. അത് സിനിമയ്ക്ക് കൊണ്ടിട്ടോ എമ്മരാണെന്ന് കാണണം, അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ഇത്. അപ്പം ഇവർ ഞാൻ പറഞ്ഞ അമ്മ കേൾക്കില്ല, അവരും കൂടി പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പുറപ്പെടാതെ ഇവരുമായി. അപ്പം അങ്ങനെ എൻ്റെ അങ്ങനെ ഒരു മഹാഭാഗ്യമുണ്ട് എനിക്ക്. എൻ്റെ മക്കൾക്ക് ഞാൻ പുറത്തു പോകണതും ഓരോന്ന് ആസ്വദിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മ പുറത്തു പോയോ, നന്നായി, പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു സ്നേഹം അതൊക്കെ ഉണ്ടല്ലോ. അതിന് ഈ അമ്മ പുറത്തു പോകണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് കൂടുതൽ ഞാൻ പോവില്ലേ. അപ്പം ഇവർക്ക് അത് ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ എന്താണെന്നറിയോ, സ്നേഹം. അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് സ്നേഹിക്കാൻ മാത്രമാണ് അല്ലേ. അതുകൊണ്ടാണ് അവർ അങ്ങനെ ആയിത്തരുന്നത്. അപ്പം അവർ നമ്മളെ സ്നേഹിക്കേ, ചുറ്റും നമ്മൾ സ്നേഹിക്കാൻ പഠിപ്പിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലേ. അതെ, അതേപോലെ തന്നെ നമ്മൾ ആരും വിമർശിക്കാണ്ടിരിക്കുക. അത് സിനിമയായാലും വ്യക്തിയായാലും ഒരു വ്യക്തിനെ നമ്മൾ കുറ്റം പറയാനുള്ള അധികാരം നമുക്കില്ല. നമുക്ക് പൊട്ടയാണെങ്കിൽ നമ്മൾ വിട്ടുകളയുക. കുറ്റം പറഞ്ഞ് നടക്കാനുള്ള അധികാരം മനുഷ്യനില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ മനുഷ്യനല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ്, പക്ഷേ ഇനിയൊരാൾക്ക് ഇഷ്ടമായിക്കൂടാന്നില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം എനിക്കില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സ്നേഹിച്ച് ജീവിക്കുക അല്ലേ. അപ്പോൾ ഏതൊരു മേഖലയിലും ഒരു ബിസിനസ്സുകാരനാവട്ടെ, ഒരു കട നടത്തുന്ന വ്യക്തി ആയിക്കോട്ടെ, ഒരു ബാർബർ ഷോപ്പ് ആയിക്കോട്ടെ, എല്ലാം ഒരു ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ, ഒരു തുണിക്കട ആയിക്കോട്ടെ, നമുക്കെന്തോ വ്യത്യാസം വന്നു പറഞ്ഞിട്ട് ആ കടയെ മൊത്തം നമ്മൾ കുറ്റം പറയുമ്പോൾ ഒരാളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. അത് സിനിമയായാലും ജീവിതമായാലും അല്ലേ. അപ്പോൾ സ്നേഹത്തോടു കൂടി ഇന്ന് പറയാനുള്ള കഥകൾ ഇതാണ്. ഇന്ന് അമ്മുക്കുട്ടിനെ കൊണ്ട് റൗണ്ടൊക്കെ പോയിട്ട് ഞങ്ങൾ വരാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം അല്ലേ. ഓക്കേ, ബൈ എല്ലാവർക്കും.